ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇഷിത ആദ്യം കൊണ്ട് ആക്സിഡൻറ്റ് നടന്ന ആ സ്പോട്ടിലേക്ക് പോവാണ്. എന്തോ ഒരു ശബ്ദം, ഒരു ആക്സിഡൻറ്റ് എന്നൊക്കെ ആദ്യം ഇങ്ങനെ പറയുന്ന സമയത്ത് ഇഷിത നമുക്ക് ജ്യൂസ് കുടിക്കാം എന്ന് പറഞ്ഞ് ഒരു ഷോപ്പിലേക്ക് ആദ്യം കൂട്ടിയിട്ട് പോവാണ്. അവിടെ നിന്ന് 2 ലെമൺ ജ്യൂസ് വാങ്ങുന്നു. അപ്പോൾ ആ കടക്കാരൻ പറയുന്നുണ്ട്, ഈ കുട്ടിയല്ലേ 2 ദിവസം മുൻപേ ഇവിടെ നിന്ന് ചിപ്സ് വാങ്ങിയത്, ഈ കുട്ടിക്കാണല്ലോ അന്ന് ആക്സിഡൻറ്റ് പറ്റിയത്. അതെ, ഇപ്പം ഭേദമായി. അപ്പോൾ നിങ്ങളാരാ? ഞാൻ അവൻ്റെ അമ്മയാ. അല്ല, അന്ന് ആക്സിഡന്റ് നടന്ന സമയത്ത് ഒരു സ്ത്രീയാ ഇവനെ എടുത്തിട്ട് പോയത് എന്ന് പറയാട്ടോ. അപ്പൊ ഇഷിത ഓർക്കുന്നുണ്ട്, ഇവിടെ എൻ്റെ കാറാണ് ആക്സിഡന്റ് ഉണ്ടായതെന്നും ഞാനാണ് എടുത്തിട്ട് പോയതെന്നും ഇവിടെ ഒന്നും ആർക്കും അറിയില്ല എന്ന് പറഞ്ഞ് ഗ്ലാസ് കൊടുത്തിട്ട് പോവാണേ. ആദ്യം കുട്ടി ഷോപ്പിംഗ് മാളിലേക്ക്. തുടർന്ന് കാണിക്കുന്നത് ആദിയുടെ സ്കൂളാണ്. അവിടെ മദർ സുപ്പീരിയർ അവരുടെ അസിസ്റ്റന്റിനോട് ആദിയെക്കുറിച്ച് ചോദിക്കാണ്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെയല്ലേ അന്വേഷണം ഏൽപ്പിച്ചത്. 2 ദിവസം കൂടി അവർക്ക് ആൾക്കും, അല്ലെങ്കിൽ പോലീസിന് കംപ്ലൈന്റ് കൊടുക്കണോ എന്ന് പറയുമ്പോഴേക്കും രചന വിളിക്കാണ് കേട്ടോ. ഹലോ, ആരാ എന്ന് ചോദിക്കുമ്പോൾ ആദി മഹേഷ് ചന്ദ്രന്റെ മദറാണ്. എനിക്ക് ആദ്യമായിട്ട് ഒന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് സ്കൂളിലെ റൂൾ അറിയില്ലേ, സൺഡേ മാത്രമേ കുട്ടിയെ കണക്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ. കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചോ എന്ന് പറയണേ. അപ്പൊ രചന എപ്പോഴാണ് ആദ്യം അവിടെ എത്തിയത് എന്ന് ചോദിക്കാട്ടോ. അവൻ ഇന്ന് രാവിലെ തന്നെ എത്തി, ഞാൻ അല്പം ബിസിയാണെന്ന് പറഞ്ഞിട്ട് മദർ സുപ്പീരിയർ ഫോൺ കട്ട് ചെയ്യണേ. അതിനുശേഷം രചന സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് ആകാശ് അങ്ങ് ചെല്ലുന്നുണ്ട്. ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ല. അവരെന്തൊക്കെയോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകാശ്, എൻ്റെ മനസ്സിന് എന്തോ ഒരു ഭയം, അവൻ എനിക്ക് നഷ്ടപ്പെടുമെന്നൊരു തോന്നൽ എന്നൊക്കെ പറയുമ്പോൾ ആകാശ്, അവനെന്ത് സംഭവിക്കാനാ, അവൻ ഊട്ടിയിലല്ലേ, സൺഡേ മാത്രല്ലേ നമുക്ക് അവനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും അവിടെ വിളിച്ചിട്ട് അവനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ കേട്ടോ രചനയെ. തുടർന്ന് ആദി വിലയുള്ള ഒരു ബനി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ, മോനെ, ആ ഷർട്ടിന് ഭയങ്കര വിലയല്ലേ അച്ഛൻ്റെയിൽ, ഇപ്പൊ അതിനുള്ള ക്യാഷ് ഇല്ല, ആ ബനിയെ അവിടെ വെച്ചേക്ക് എന്നിങ്ങനെ മഹേഷ് പറഞ്ഞ ഒരു വാക്ക് ആദിയുടെ മനസ്സിൽ വരികയാണേ. ഇഷിത എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ, ഇത്രയും വില കൂടിയ ഡ്രസ്സ് വേണ്ടമ്മേ, അച്ഛൻ്റെയിൽ ഇത് വാങ്ങിക്കാനുള്ള ക്യാഷ് ഇല്ലല്ലോ. അച്ഛൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ പറഞ്ഞതായിട്ടൊരു ഓർമ്മ, അതൊന്നും കുഴപ്പമില്ല മോൻ, വേണ്ടതൊക്കെ എടുത്തോ എന്ന് പറയുമ്പോൾ ആ കുട്ടി ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോവാണേ. ആ സമയത്ത് പുറത്ത് കാറിൽ ചാരി നിൽക്കുന്ന മഹേഷിനെ കാണാണ്. അച്ഛാ എന്ന് വിളിച്ചിട്ട് ഓടിപ്പോകുന്നുണ്ട്. മഹേഷ് ആദ്യം കാണുമ്പോൾ വളരെ സന്തോഷമാവാണേ. മോൻ എന്നോട് ദേഷ്യമില്ലേ? ദേഷ്യോ? എന്തിന്? അച്ഛൻ ബിസിനസ് കാര്യത്തിന് പോയി എന്നാണല്ലോ അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മഹേഷ് ഇങ്ങനെ വിചാരിക്കും, ആകാശിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് ആദ്യയെ സ്കൂളിൽ വിട്ടെന്നാണല്ലോ, എൻ്റെ മുന്നിൽ ഇവന് എന്നോട് ദേഷ്യമാവാൻ വേണ്ടി കള്ളം പറഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആദ്യയെ ചേർത്ത് പിടിച്ച്, മോനെന്തായാലും എന്നോട് സ്നേഹമാണല്ലോ എന്ന് പറഞ്ഞ് സെൽഫിയൊക്കെ എടുക്കുകയാണേ. അയ്യോ, ഒരു കാര്യം മറന്നുപോയി, അമ്മ എന്നെ തിരക്കും, ഞാനിപ്പോൾ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആദി ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി ഇഷിതയും കൂട്ടി വരുമ്പോഴേക്കും മഹേഷ് അവിടെ നിന്ന് പോവാണേ. ഇഷിത പറയുന്നുണ്ട്, അത് മോന് തോന്നിയതാവും എന്ന് പറഞ്ഞിട്ട് ആദ്യയെ കൂട്ടിയിട്ട് പോവാണേ. അതിനുശേഷം മഹേഷ് കാറിലിരുന്ന്, എങ്കിലും അവൻ്റെ അമ്മയെ വിട്ട് എന്നെ വന്ന് സ്നേഹിച്ചല്ലോ, ലവ് യു ആദ്യ എന്നൊക്കെ പറഞ്ഞ് പോണ സമയത്ത് രചനയും ആകാശും റോഡ് ക്രോസ് ചെയ്ത് കാറിൽ കയറുന്നത് കാണാണ്. അപ്പൊ മഹേഷും വണ്ടി നിർത്തി അവരുടെ അടുത്തേക്ക് ചെന്ന്, എന്ത് ഗൂഢാലോചനയാ നടത്തുന്നത്? ആദ്യം ഇന്ന് സ്കൂളിലെത്തി എന്ന് പറഞ്ഞിട്ട് എന്നോട് നിങ്ങൾ കള്ളം പറഞ്ഞു. ആദ്യം സ്കൂളിലേക്കല്ല പോയത്. ആദ്യയെ ഞാനിവിടെ ഒരു ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ കണ്ടു. അവൻ പറഞ്ഞു എന്നെയാണ് അവന് ഇഷ്ടം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്ക് എന്ന് പറയുമ്പോൾ അവർ നോക്കുന്നുണ്ട്. കണ്ണ് നിറയെ കാണ്, അവൻ എന്നെ സ്നേഹിക്കുന്നത്, അവൻ എൻ്റെ മോനാ, രക്തത്തെ തിരിച്ചറിയും, അവനെ ഒരിക്കൽ ഞാൻ കൂട്ടിയിട്ട് പോവും എൻ്റെ വീട്ടിലേക്ക്, എന്നിട്ട് അവനെ കൊണ്ട് തന്നെ പറയും അവന് അച്ഛൻ്റെ അടുത്ത് നിൽക്കാനാണ് ഇഷ്ടമെന്ന് എന്നും പറഞ്ഞ് മഹേഷ് അങ്ങ് പോവാണ്. മഹേഷ് പോയി കഴിഞ്ഞതിന് ശേഷം രചന ആകാശിനോട് ചോദിക്കുന്നുണ്ട്, ആകാശ്, എൻ്റെ മകൻ എവിടെ? നീ എന്താ രചന ഈ പറയുന്നത്? അവൻ ഊട്ടിയിലല്ലേ? ഊട്ടിയിൽ ആണെങ്കിൽ അവൻ എങ്ങനെ ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ വന്നു? അവൻ മഹേഷിൻ്റെ കൂടെയുണ്ട്, അത് ആ ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എനിക്ക് എൻ്റെ മകനെ വേണം ആകാശ് എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഷിത ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടുത്തെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇന്ന് പോയിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടായോ എന്നുള്ളത്. ഇല്ല, അവൻ പരിചിതമായിട്ട് യാതൊന്നും കാണിച്ചില്ല. അന്നത്തെ ഡ്രസ്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവനെ ഒരു സാമ്പത്തിക ശേഷിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അവൻ അവൻ്റെ അച്ഛനെ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്. പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത് അവൻ കണ്ടത് മഹേഷിനെ ആയിരുന്നു.
അവനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ മഹേഷിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അവൻ്റെ അച്ഛനാണെന്ന്. മഹേഷ് കരുതിയിട്ടുണ്ടാവുക ഏതോ ഒരു കുട്ടി അവനെ അച്ഛനായിട്ട് കരുതിയെന്നാണ്. ഡോക്ടർ, എനിക്ക് ഇഷാദിനെ ഉറക്കിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ എന്ന് പറയുമ്പോൾ ക്യാരി ഓൺ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ പോവാണേ. അതിനുശേഷം നമ്മുടെ ഇഷാദിൻ്റെ അടുത്തേക്ക് ഇഷിത എത്തിയിട്ട് മോനെ ഉറങ്ങേണ്ട സമയമായില്ലേ, ഉറങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആന്ന് പറയണേ. അമ്മേ, നമ്മുടെ ഫാമിലി വളരെ ബിഗ് ആണെന്ന് പറഞ്ഞിട്ട് ആരും എന്നെ കാണാൻ വന്നില്ലല്ലോ, അവർക്കൊക്കെ ഇങ്ങോട്ട് വരാനാ മടി, നമ്മളെ അങ്ങോട്ട് പോകും എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. എന്നിട്ട് ഇഷിത നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഫോട്ടോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ അമ്മയും അച്ഛനെയും പെങ്ങളെയും എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷിതയുടെ ഫാമിലിയെയും കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം ഇഷാദിനെ ഉറക്കിയിട്ടാണ് ഇഷിത വീട്ടിലേക്ക് പോകുന്നത്. തുടർന്ന് നമ്മുടെ സ്വപ്നവല്ലിയും മഞ്ജിമയും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാം, നീ സ്ക്രൂ കയറ്റിയതുകൊണ്ട് മാത്രം ഞാൻ അവളെ വഴക്ക് പറഞ്ഞത്, നമുക്ക് അവളോട് സോറി പറയാം, അവൾ വരുമ്പോൾ എങ്ങനെയാ മുഖത്തേക്ക് നോക്കുക, ആലോചിച്ചിട്ട് തന്നെ എന്നൊക്കെ പറയുമ്പോൾ മഞ്ജിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമുക്ക് അച്ഛനെ മീഡിയേറ്റർ ആക്കിയാലോ എന്ന് ചോദിച്ചതും അച്ഛനിങ്ങ് വരിക കേട്ടോ. രാമ, ചെയ്തത് തെറ്റായിപ്പോയി, ഇഷിതയോട് രാമൻ സോറി പറയോ എന്ന് ചോദിക്കാട്ടോ. എന്തിനു സോറി പറയണം, സോറി പറഞ്ഞാൽ തീരുന്ന തെറ്റാണോ നീ ചെയ്തത്, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് രാമ, ഗംഗാ നദിയിൽ 101 വട്ടം മുങ്ങി താഴണം. എന്നിട്ട് രഞ്ജിമയോട് ചോദിക്കുന്നുണ്ട്, നീ മുങ്ങി താഴാൻ നിൽക്കണ്ട, നിന്റെ പാപം ആ നദിക്ക് താങ്ങില്ല എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലിയോട് പറയും, ഭർത്താവിന്റെ അനിയനോട് കുറച്ചു നേരം സംസാരിച്ചതിനാണ് നീ ഈ പുകിലൊക്കെ ഉണ്ടാക്കിയത്, അത് അറിഞ്ഞോണ്ടല്ലോ രാമ, അതറിയണമായിരുന്നു, എന്താ കാര്യമെന്ന് അതറിയാൻ ശ്രമിച്ചില്ലല്ലോ, നിങ്ങളെപ്പോലെ വിവേകമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മഹേഷ് ഭയങ്കര ചിരിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. എന്താ മഹേഷ്, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ മഹേഷ് പറയും, ഇഷിത എത്തിയോ അച്ഛാ? ഇല്ല, ഇന്ന് ഞാൻ എൻ്റെ മകനെ കണ്ടു, അവൻ എന്നോട് സന്തോഷത്തിലാ സംസാരിച്ചത്, ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു എന്ന് പറയണേ. ആ സമയം ഇഷിത വന്ന് ഡോറ് തുറക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.